KPCC നേതൃമാറ്റത്തിൽ നേതാക്കളുടെ അഭിപ്രായം തേടി രാഹുൽ ഗാന്ധി. നേതൃമാറ്റം അനിവാര്യമാണോ എന്നും സുധാകരന് പകരക്കാരനെ നിർദ്ദേശിക്കാനും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. മുൻ KPCC അധ്യക്ഷന്മാരെ ഫോണിൽ വിളിച്ചാണ് രാഹുൽ ഗാന്ധി അഭിപ്രായം തേടിയത്. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഇന്ന് KPCC അധ്യക്ഷനെ ഒരുപക്ഷെ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇതിലിപ്പോൾ രാഹുൽ ഗാന്ധി മറ്റൊരു നീക്കത്തിലേക്ക്, അതായത് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ തേടിയിരിക്കുകയാണ് നേതാക്കളുടെ എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? KPCC നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട കെ സുധാകരൻ കടുത്ത എതിർപ്പുയർത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. മാത്രവുമല്ല, സുധാകരന്റെ പിടിവാശി തുടരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഘടകകക്ഷികൾ പോലും കോൺഗ്രസിലെ ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് രാഹുൽ ഗാന്ധി തന്നെ വിഷയം പരിഹരിക്കാൻ ഇടപെടുന്നത്. തർക്കങ്ങൾ തീർത്ത് എത്രയും പെട്ടെന്ന് നേതൃമാറ്റം എന്ന തീരുമാനമാണ് ഹൈക്കമാൻഡേത്. നേരത്തെ ആന്റണിയെ അധ്യക്ഷ പദവിയിലേക്ക് സുധാകരൻ പകരക്കാരനായി എത്തിക്കാനായിരുന്നു ലക്ഷ്യമിട്ടത്. പക്ഷേ വലിയ രീതിയിൽ സുധാകർ പക്ഷം എതിർപ്പുയർത്തി. പദവി സ്വയം ഒഴിയില്ലെന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കുകയും ഈ കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ദീപാദാസ് മുൻഷിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ ഏറെക്കാലത്തിന് ശേഷമാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അത് KPCC അധ്യക്ഷന്റെ ഭാഗത്ത് ഉയർന്നു. നേരത്തെ 2005 കാലഘട്ടത്തിലാണ് K മുരളീധരനും K കരുണാകരനും പാർട്ടി പിളർപ്പിന്റെ ഘട്ടത്തിൽ അന്ന് ഇത്തരം ACC ചുമതലയുള്ള ജനറൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അതിനുശേഷം ഇപ്പോൾ സുധാകരൻ ഉന്നയിക്കുന്നത്. ഇത് ഗൗരവത്തോടെ തന്നെ ACC അത് പരിശോധിക്കുന്നുണ്ട്. അതിനിടയിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 20 നേതാക്കളെ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് അഭിപ്രായം തേടിയത്. എങ്ങനെ പ്രശ്നം പരിഹരിക്കണം എന്നതും അതിനൊപ്പം തന്നെ നേതൃമാറ്റം അനിവാര്യമാണോ, അങ്ങനെയെങ്കിൽ ആരെയാണ് പരിഗണിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. മുൻ KPCC അധ്യക്ഷന്മാർ, രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, പ്രധാനപ്പെട്ട ചില MP-മാർ, പ്രവർത്തക സമിതി അംഗങ്ങൾ, പ്രത്യേക നേതാക്കൾ അടക്കമുള്ള നേതാക്കളെ മാത്രമാണ് രാഹുൽ ഗാന്ധി വിളിച്ച് അഭിപ്രായം തേടിയത്. ഏതായാലും നേതൃമാറ്റം നടപ്പിലാക്കാൻ തന്നെയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. അത് തർക്കങ്ങളില്ലാതെ നടപ്പിലാക്കുക, ആ തീരുമാനം നടപ്പിലാക്കുക എന്നത് മാത്രമാണ്. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി മുതിർന്ന നേതാക്കളുടെ അടക്കം അഭിപ്രായം തേടിയത്.